എടാ മറ്റേ വെഡിങ് വർക്കിൻ്റെ എന്തായി? നാളെ കൊടുക്കണ്ടേ അല്ലേ? വെഡിങ് വർക്കല്ലേ, തരാം. പോയോ? ഉണവുന്നില്ല. ആഹാ, നീ ഇവിടെ ഉണ്ടായിരുന്നു. എവിടെ നിങ്ങളുടെ മുതലാളി? എവിടെ? പുറത്തോട്ട് പോയി. വിളിച്ചിട്ട് വേഗം വരാൻ പറ. ആ, ഞാനൊരു ചായ ഇടാം. ഓ മുതലാളി വിളിച്ചേ. എന്തിനാ മുതലാളി വിളിക്കുന്നത്? നമുക്ക് തന്നെ ഡീൽ ചെയ്താൽ പോരെ ഇത്? നമുക്ക് ഡീൽ. ആരുടെ ഇവനൊക്കെ? നീ മുതലാളി വിളിക്കടാ. പറയടാ. സാറേ, ഇവിടെ ഒരാൾ നിങ്ങളെ അന്വേഷിച്ച് വന്നിട്ടുണ്ട്. ആരാ ആള്? ആരാന്ന് ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. സാർ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ചായ ഇടാന്ന് പറഞ്ഞ് അടുക്കളയിലിട്ട് കയറിപ്പോയി. ആ, ഞാൻ എന്താ എത്തി. 5 മിനിറ്റ്. അയാളെന്തേ? അകത്തുണ്ട്. വാ. ആരാ മനസ്സിലായില്ല? ഞാൻ മഹേഷ്, നിങ്ങളോട് പഠിച്ച മാധവൻ്റെ അനിയനാ. എൻ്റെ കല്യാണത്തിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഒരു 3 വർഷം മുമ്പ്. ആ, നീയായിരുന്നു. എനിക്ക് പെട്ടെന്ന് ആളിനെ കണ്ടപ്പോൾ മനസ്സിലായില്ല. ഇരിക്കണം. നല്ല യാത്ര ക്ഷീണം, അതാ ഒരു ചായ ഇടാന്ന് വെച്ചത്. മാധവ് ഇപ്പം എന്ത് ചെയ്യുന്നു? ആ, അവനിപ്പോൾ വെളിയില്ല. നീ എന്താ ഇവിടെ? വല്ല ജോലിയുടെ ആവശ്യത്തിന് വന്നതാണോ? ഇല്ല, ഇവിടെ വരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഒറ്റയ്ക്കാണോ അതോ ഫാമിലി ആയിട്ടാണോ വന്നത്? ആ, ഇപ്പോൾ ഒറ്റയ്ക്കാ. അതെന്താ അവരെ കൂടെ കൂട്ടാൻ വയ്യായിരുന്നു? ഭാര്യയെ ഞാൻ കഴിഞ്ഞ ദിവസം കൊന്നു. വെട്ടിക്കൊന്ന് കത്തിച്ചു. അവക്കൊരു കാമുകനുണ്ടായിരുന്നു. അവൾക്ക് അവൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി എനിക്കും എൻ്റെ കുഞ്ഞിനും ആഹാരത്തിൽ വിഷം ചേർത്ത് തന്നു. ഞങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ മോൻ, അവൻ കുഞ്ഞല്ലേ, പെട്ടെന്നങ്ങ് പോയി. ഇനി ചാളുള്ളത് അവനാ. അവൾക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുത്തായിരുന്നു. എൻ്റെ കുഞ്ഞ് ചോര തുപ്പി മരിച്ച പോലെ അവനും ചോര തുപ്പി മരിക്കുന്നത് ഞാൻ കാണണ്ടേ? കാണണം. വിപിനെ, വിപിനെ, ഡാ, ഡാ. ഡാ.